ഗ്രീൻ ആൻഡ് ഗ്രേവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അങ്ങനെ വലിയൊരു കുക്കിംഗ് റെസിപ്പിയൊന്നും ആയിട്ടല്ല. നമുക്ക് ഓട്സ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ എങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ഉള്ള സ്മൂത്തീസ് ഉണ്ടാക്കാമെന്നാണ്. ഞാനിവിടെ 3 സ്മൂത്തിയാണ് ഉണ്ടാക്കുന്നത് ഓട്സ് വെച്ചിട്ട്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വളരെ എളുപ്പം നമുക്ക് ഈ സ്മൂത്തി ഉണ്ടാക്കാനായിട്ട്. അത് പിന്നെ പ്രത്യേകിച്ച് ഈ ഡയറ്റൊക്കെ നോക്കുന്നവർക്കും പിന്നെ ബാച്ചിലേഴ്സായിട്ടൊക്കെ നിൽക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഒത്തിരി എളുപ്പമാണ്. അതായത് സാധാരണ ഓട്സൊക്കെ നമുക്ക് ഉണ്ടാക്കിയൊക്കെ എടുത്ത് ഓഫീസിലൊക്കെ പോകുമ്പോൾ എല്ലാവർക്കും ഒരുപാട് നേരമാവുമല്ലോ. ഇതാകുമ്പം കുഴപ്പമില്ല, നമുക്ക് ആ ഓട്സ് ഒന്ന് വറുത്ത് വെച്ചാൽ മതി. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. ഫ്ലാക്സീഡ് നമ്മുടെ ശരീരത്തിന് ഒരുപാട് നല്ലതാണ്. എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ഒമേഗ 3 ഫാറ്റി ആസിഡ് ധാരാളം ഉണ്ടടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ അത് ഫിഷിൽ നിന്നൊക്കെയാണ് സാധാരണ നമുക്ക് കിട്ടുന്നത്. വെജിറ്റേറിയൻസ് ഫിഷൊന്നും കഴിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് അവർക്ക് ഫ്ലാക്സീഡ് ഒത്തിരി നല്ലതാണ്. അതുപോലെ തന്നെ ഹൈ പ്രോട്ടീൻ കണ്ടൻ്റ് ഉണ്ട്. ആൻറ്റിഓക്സിഡൻറ്റ്സ് ധാരാളം അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ കൊളസ്ട്രോൾ ലെവലൊക്കെ കൺട്രോൾ ചെയ്യുമെന്നാണ് പറയുന്നത്. എന്തായാലും നമ്മുടെ ഭക്ഷണത്തിൽ അത് ഉൾപ്പെടുത്തുന്നത് ഒത്തിരി നല്ലതാണ്. ചിയ സീഡിലും ഒമേഗ 3 ഉണ്ട്. അതുപോലെ തന്നെ ഫൈബർ കണ്ടൻറ്റും കാൽസ്യവും അയണും ഒക്കെ ഉണ്ട്. പിന്നെ ചിയ സീഡ് നമ്മുടെ വിശപ്പ് കുറയ്ക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്ക് ചിയ സീഡ് ഒത്തിരി നല്ലതാണെന്ന്. ഇതേപോലെയുള്ള സ്മൂത്തീസും ഷേക്കും ഒക്കെ ഉണ്ടാക്കുമ്പം ചിയ സീഡ് കുതിർത്തിട്ട് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ അവർക്ക് ഡയറ്റ് നോക്കുമ്പോൾ അത് ഒരുപാട് നല്ലതാണ്. നമുക്ക് ഈ സ്മൂത്തീസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വറുത്ത ഓട്സ് 2 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ചെറിയ പഴം 2 എണ്ണം, അതായത് നമ്മുടെ ഈ ഞാലിപ്പൂവൻ പഴം എന്നൊക്കെ പറയില്ലേ, അതാണ്. ഫ്ലാക്സ് സീഡ്സ് 1 ടേബിൾ സ്പൂൺ, ചിയ സീഡ് 1 ടേബിൾ സ്പൂൺ, അത് കുതിർത്തതാണ് കേട്ടോ എടുത്തിരിക്കുന്ന 1 ടേബിൾ സ്പൂണ്. പിന്നെ ഹണി 1 ടേബിൾ സ്പൂണ്, 1 കപ്പ് വെള്ളം. ഹണി ഇവിടെ ഓപ്ഷണലാണ്. നമുക്ക് തീരെ മധുരമൊന്നും യൂസ് ചെയ്യാത്തവർക്കാണെങ്കിൽ ഹണി വേണ്ട. ഞാനിവിടെ ഹണി ജസ്റ്റ് ഇട്ടിട്ടുണ്ട്, അതായത് കുട്ടികൾക്ക് കൊടുക്കുന്നത് കൊണ്ട്. നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓട്സും പഴവും ഫ്ലാക്സ് സീഡും വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ചിയ സീഡും ഹണിയും അതിൻ്റെ കൂടെ ചേർക്കേണ്ട, അത് നമുക്ക് ഗാർണിഷിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുമ്പം കുറച്ച് നന്നായിട്ട് അരയ്ക്കണം കേട്ടോ. നമ്മളത് അരിക്കുന്നൊന്നുമില്ല, അതുകൊണ്ടാണ്. നമ്മൾ ഈ അരച്ചെടുത്ത സ്മൂത്തി നമ്മൾ ഏത് കപ്പിലാണോ സെർവ് ചെയ്യുന്നത് ആ കപ്പിലേക്ക് ഒരു പകുതി ഭാഗം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ചിയ സീഡിൻ്റെ 1 ടേബിൾ സ്പൂണ് അതിൻ്റെ നടുവിൽ ഇട്ട് കൊടുക്കണം. അതുകൂടെ തന്നെ 1 ടീസ്പൂൺ ഹണിയും കൂടി ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ബാക്കി സ്മൂത്തിയും കൂടി ഒഴിച്ച് ആ കപ്പ് ഫുള്ള് ഒഴിച്ചതിന് ശേഷം വീണ്ടും 1 ടീസ്പൂൺ ചിയ സീഡും 1 ടീസ്പൂൺ ഹണിയും കൂടി ഒഴിച്ച് നമുക്കത് ഗാർണിഷ് ചെയ്തെടുക്കാം. നമ്മുടെ ആദ്യത്തെ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വറുത്ത ഓട്സ് 2 ടേബിൾ സ്പൂൺ, ആപ്പിൾ 1 എണ്ണം, ഡേറ്റ്സ് 2 എണ്ണം, ഫ്ലാക്സ് സീഡ്സ് 1 ടേബിൾ സ്പൂൺ, ഹണി 1 ടേബിൾ സ്പൂൺ, വെള്ളം 1 കപ്പ്. ഇവിടെ ഹണി ഇവിടെയും ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ മതി. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ അല്ലേ. ഇതും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഇട്ട് കൊടുത്ത് തേന് ലാസ്റ്റ് ഒഴിച്ചാൽ മതി. വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം.
അരച്ചെടുത്ത സ്മൂത്തി ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് ഒരു നുള്ള് ചിയാ സീഡ്, അത് കുതിർക്കാതെ വെറുതെ ഇട്ടാൽ മതി. ഒരു നുള്ള് ചിയാ സീഡും ഒരു ടേബിൾ സ്പൂൺ ഹണിയും കൂടെ ഗാർണിഷ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഈ സ്മൂത്തിക്ക് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ വറുത്ത ഓട്സ്, പിന്നെ 2 ചെറിയ പഴം, 2 ഈന്തപ്പഴം, നിലക്കടല വറുത്തത് 1 ടേബിൾ സ്പൂൺ, പിന്നെ സിന്നമൺ പൗഡർ 1 ടീസ്പൂൺ, പിന്നെ വെള്ളവും. ഹണി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ഇവിടെ ഞാൻ പാല് ചേർക്കാതെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ സ്മൂത്തിയിൽ പാല് ചേർത്ത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. പിന്നെ ഞാൻ ഈ ഡയറ്റൊക്കെ ഉണ്ടാക്കുന്നവരെയും കൂടെ ഉദ്ദേശിച്ചിട്ടാണ് പാലില്ലാണ്ട് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും സ്മൂത്തി ഉണ്ടാക്കി കഴിക്കാം. ഇതും നേരത്തേതുപോലെ തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട്, ഹണി ഒഴിക്കേണ്ട, ബാക്കി എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇതിന് മുന്നേ ഞാൻ വേറെ 2 ഓട്സ് സ്മൂത്തി റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. നമ്മൾ മിക്സിയിൽ അരച്ചെടുത്ത സ്മൂത്തി ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ആ 1 ടേബിൾ സ്പൂൺ ഹണിയും ഒഴിച്ച്, പിന്നെ നമ്മുടെ സിന്നമൺ പൗഡർ ഒരു നുള്ളെടുത്തിട്ട് അതും ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം. അത് കാണാൻ നല്ല ഭംഗിയുണ്ടാവും അന്നേരം. ഈ സ്മൂത്തി ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഏതെങ്കിലും ഒരു സ്മൂത്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുകയും വേണേ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും അത് മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുകയും വേണേ. നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം.